ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു എനർജി ഇല്ലാതെ ഒരു തണുപ്പ് ഒരു ഉറക്കമായിരുന്നല്ലോ. പക്ഷെ ഇന്ന് ഇവിടെ വന്ന് ഈ റൂയിപ്പിക്കലൊക്കെ ഒന്ന് കയറി ട്രക്ക് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾ എനർജി എങ്ങനെയുണ്ട്? ഒരു ഭയങ്കര എന്തൊക്കെയോ ചെയ്യണം, പെർഫോം ചെയ്യണം എന്നൊക്കെ തോന്നണല്ലേ? അതാണ് ഈ അല്ല, അതിന് വേറെ ഉണ്ട്. മേലെ കയറിയവർക്ക് എനർജി വരുള്ളൂ, തായിരുന്ന് വായ നോൽക്കിയവർക്ക് മേലെ കയറാത്തവർക്ക് വരുമല്ലോ കേട്ടോ. അപ്പോൾ അതിനൊരു പിന്നെ ശരിക്കും സയൻസ് ഉണ്ട്. അതിൻ്റെ പിന്നെ ശരിക്കും ഒരു സയൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു വെൽബീങ് അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഡോപ്പമൈൻ എന്ന ഹോർമോണിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, എൻഡോർഫിൻ എന്ന് പറഞ്ഞ സ്പോർട്ടിങ് ഹോർമോണിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, പിന്നെ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ടീം അല്ലെങ്കിൽ മനുഷ്യനോട് സംസാരിച്ച് ഹഗ് ചെയ്ത് തലോടുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺസ്, അതുപോലെ സെറോട്ടോണിൻ എന്ന് പറയുന്ന സോഷ്യലൈസേഷൻ ഹോർമോൺസ്. അപ്പോൾ ഈ 4 ഹോർമോൺസാണ് ശരിക്കും ഇവിടെ പ്ലേ ചെയ്യുന്നത്. അതായത് ഈവൻ ലിറ്റിൽ ബിറ്റ് ഓഫ് അഡ്രിനാലിൻ, ആ ഒരു എനർജി ഉണ്ടല്ലോ, ഭയങ്കര എനർജി. നമുക്ക് ഈ ഒരു 10 സ്റ്റെപ്പ് ഒറ്റയ്ക്ക് കയറിയിട്ട് തന്നെ ബാക്കി കാര്യം തന്നെ ഒരു അഡ്രിനാലിൻ സർജ്. അപ്പോൾ ഒരു 5 ഹോർമോൺസിൻ്റെ പ്ലേ അവിടെ ശരിക്കും നടക്കുന്നുണ്ട്. അതായത് ഡോപ്പമൈനിൽ നിന്ന് എനർജി കിട്ടുന്നുണ്ട്, ഓക്സിറ്റോസിൽ നിന്ന് ഒരു തരം ഒരു ഇഷ്ടം കിട്ടുന്നുണ്ട്, പിന്നെ എൻഡോർഫിൻ നിന്ന് നമുക്കൊരു സ്പോട്ടിങ് അല്ലെങ്കിൽ ഏത് വേദന, ഇപ്പോൾ കാലിനൊന്നും നമുക്ക് കുത്തിയാലും ബ്ലഡ് വന്നാലൊന്നും നമ്മളറിയില്ല, താഴെ ഇറങ്ങിയിട്ടേ അറിയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ട്. അപ്പം ബേസിക്കലി ഈ ഹോർമോൺസൊക്കെ ബോഡിയിൽ എന്നും വേണം. അത് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള 4 വേ. സാധാരണ അത് പീടിയെ പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, പടച്ചോൻ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ബേസിക്കലി ഈ ആഗ് ഹവ പാനി മിട്ടി എന്ന് പറഞ്ഞ സാധനം. അതായത് നമ്മൾ ഈ ഇത്തരം പച്ചപ്പുള്ള പ്രകൃതിയിൽ വന്നിട്ട് നല്ല കാറ്റുള്ള നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നമ്മൾ മനുഷ്യരുടെ കൂടെ വന്ന് ഇങ്ങനെ താമസിച്ച് സംസാരിച്ച്, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ട്രക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ മേലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് എനർജി ഡോപ്പമൈൻ കിട്ടും, എൻഡോർഫിൻ കിട്ടും. നമ്മളിപ്പോൾ അതായിരുന്നു സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനുഷ്യനോടൊത്ത് ഇപ്പോൾ നമ്മളിടക്ക് കെട്ടിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തലോടുന്നത്, നമ്മൾ തൊടുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഓക്സിറ്റോസിൻ സർജ്. അപ്പോൾ നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ ഏത് മാനസിക അസുഖവും അല്ലെങ്കിൽ ഏത് മാനസിക സംഘർഷവും ഏത് ഡിപ്രഷനും ഏത് ആങ്സൈറ്റിയും എല്ലാം പോകാൻ ഇത് മതി. ഒരാഴ്ചയിൽ ഒരു ദിവസം പ്രകൃതിയൊത്ത്, അതായത് നല്ല സൂര്യപ്രകാശം, നല്ല പച്ചപ്പ്, നല്ല മഞ്ഞ്, നല്ല തണുപ്പുള്ള ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോ ഒരുമിച്ച് ഒരു യാത്ര. മനുഷ്യന് മാറാത്ത ഒരു അസുഖങ്ങളില്ലെന്ന് മാത്രമല്ല, ബാക്കിയുള്ള ആഴ്ചയിൽ 5-6 ദിവസങ്ങൾ ശരിക്കും അവന് ഭയങ്കര തന്നെ ഒരു പുലിയായിട്ട് അവനെ പെർഫോം ചെയ്യാനുള്ള ഫുൾ ഹോർമോണൽ സർജറി നിന്ന് കിട്ടും. അതിൻ്റെ ഓപ്പോസിറ്റാണ് സോഫയിലിരിക്കുക, ടി വി കാണുക, സൂര്യപ്രകാശം തട്ടാതിരിക്കുക. ഇത് സാധനം നാരായണത്ത് പ്രാന്തൻ്റെ മാതിരി മേൽക്കൊന്തായക്കും തോണ്ട, ഡിപ്രഷൻ വരും, ആങ്സൈറ്റി വരും, മൂഡ് ഓഫ് ആവും, പെർഫോമൻസ് ഉണ്ടാവില്ല, മടി വരും, നാളെയാണ് എല്ലാത്തിനും. ഈവൻ ഇരുന്നിരുന്ന അവസാനം ജീവിതം മതി എന്ന് പറഞ്ഞാൽ ആത്മഹത്യാ പ്രവണത വരും. അപ്പോൾ രണ്ടിൻ്റെ ഒരു ഇതൊക്കെ ചിലവ് കുറഞ്ഞ സംഭവമാണ്. അതാണ് ഇന്നത്തെ എനർജി. ഇത് വെച്ചിട്ടാണ് നമുക്ക് നാളെ പിടിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇതിനു വേണ്ടി ചിലവഴിക്കണം, പ്രകൃതിയായിട്ട് സഹവസിക്കാൻ. ഡെസേർട്ടിനേക്കാൾ നല്ലതാണ് ഈ ഒരു പച്ചപ്പ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ആഗ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം, ഹവ എന്ന് പറഞ്ഞാൽ ഫ്രഷ് എയർ, പാനി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ നമ്മളെ മനസ്സിനെ ആകർഷിക്കാൻ പോകുന്നത് ഇവിടുത്തെ പുഴയാണ്, ബാംബു റാഫ്റ്റിംഗ് ആണ്, ഈ ഒരു എന്താണ് പറയുക, കൃഷി, പച്ചപ്പ്. ആ ഒരു അപ്പോൾ പച്ചപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മണ്ണുമായിട്ടുള്ള ബന്ധം, അതിന് ഗവൺമെൻറ്റിന് പോളിസി വേണം. ഇത് നശിപ്പിക്കാതെ ഇവിടെ മരങ്ങൾ ഫുള്ള് നാച്ചുറലി ഉണ്ടാകുന്നല്ല, ഇവിടെ നട്ടതുണ്ട്. ഗവൺമെൻറ് ഇത് പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് മുറിക്കാൻ അതൊക്കെ വെറുതെ പറയാൻ, എനിക്ക് മറ്റു രാജ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായ വെറുതെ പറയാനാണ്. അല്ല, ഇതിന്റെ വൃത്തി നോക്കി നമ്മളിപ്പോ ഒരു 300-400 കിലോമീറ്റർ സഞ്ചരിച്ചു, എവിടെങ്കിലും ഒരു ടിഷ്യൂ പേപ്പറോ എവിടെങ്കിലും ഒരു ഗുഡ്ക തുപ്പിയതോ എവിടെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ എവിടെങ്കിലും ഒരു ബോട്ടിലോ നമ്മൾ കണ്ടോ? എന്താ ഒരു സിഗരറ്റിൻ്റെതോ? ഭയങ്കര സംഭവമാണ്.